ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ന്യൂ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചാപ്റ്റർ 6 ഡിവിഡൻഡ് ഡിസിഷൻസ് ആണ് നോക്കുന്നത്. ബാക്കി എല്ലാ ക്ലാസ്സുകളും ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പഠിക്കേണ്ട പോർഷൻസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഡിവിഡൻഡ് ഡിസിഷനിൽ നിങ്ങളിപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഞാനൊരു ക്വസ്റ്റ്യൻ പേപ്പർ അപ്ലോഡ് ചെയ്തിരുന്നു. അതിൽ നോക്കിയാൽ തന്നെ നമുക്കറിയാൻ പറ്റും ഡിവിഡൻഡ് ഡിസിഷനുമായി ബന്ധപ്പെട്ട് വന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണ്. തിയറി ചോദിച്ചിട്ടുണ്ടായിരുന്നു, സ്റ്റോക്ക് ഡിവിഡൻഡ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഡിവിഡൻഡ് ഡിസിഷനിൽ പ്രധാനമായിട്ട് പഠിക്കേണ്ട മീനിങ് ആൻഡ് ഡെഫിനേഷൻ, അല്ലെങ്കിൽ മീനിങ് ഓഫ് ഡിവിഡൻഡ് ഡിസിഷൻ, അല്ലെങ്കിൽ വാട്ട് ഈസ് ഡിവിഡൻഡ്, 2 മാർക്സ് ക്വസ്റ്റ്യൻ ആണ് അതൊക്കെ. ഇനി ടൈപ്സ് ഓർ ഫോംസ് ഓഫ് ഡിവിഡൻഡ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏതൊക്കെ ടൈപ്പാണ് ഡിവിഡൻഡുകൾ ഉള്ളത്? ഇതിലത്തെ ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം നമ്മളോട് ചോദിച്ചത്, സ്റ്റോക്ക് ഡിവിഡൻഡ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ തന്നെ ഏതെങ്കിലും ഒന്ന് സാധ്യത കൂടുതലാണ്. അതായത് സ്ക്രിപ്പ് ഡിവിഡൻഡോ അല്ലെങ്കിൽ ബോണ്ട് ഡിവിഡൻഡ്, അതൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി അതിൽ നന്നായി ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ, ജസ്റ്റ് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണെന്നുള്ളത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, അത്രമാത്രം. പിന്നെ ഡിവിഡൻഡ് പോളിസി എന്താണ്, 2 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഇസ് ഡിവിഡൻഡ് പോളിസി. അവിടെ ഈ ഒരു കാര്യം എഴുതിയാൽ മതി, എന്താണ് അത് റെഫർ ചെയ്യുന്നത്. അതായത് ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നതിന് ഭാഗമായി ബന്ധപ്പെട്ടെടുക്കുന്ന തീരുമാനങ്ങൾ തന്നെയാണ് ഡിവിഡൻഡ് പോളിസി എന്ന് പറയുന്നത്. ഇനി അങ്ങനെ ഡിവിഡൻഡ് പോളിസി എടുക്കുമ്പോഴുള്ള ഒബ്ജക്റ്റീവ്സ്, അതേപോലെ തന്നെ അതായത് എന്തിനു വേണ്ടിയിട്ടാണ് ഒരു ഫേം നല്ല രീതിയിൽ ഡിവിഡൻഡ് പോളിസി എടുക്കുന്നത്, ലക്ഷ്യങ്ങൾ എന്താണ് എന്നുള്ളൊരു കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പിന്നെ പറഞ്ഞിരിക്കുന്നത് ബേസിക് ഇഷ്യൂസ്. ഡിവിഡൻഡ് പോളിസി നമ്മൾ ഫോർമുലേറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ ഇഷ്യൂസ് ആണ് സാധാരണയായിട്ട് ഫേസ് ചെയ്യാറുള്ളത്. ഇനി ഇതിൽ നമുക്ക് ചോദിച്ച പ്രാവശ്യം ആയിട്ട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, ഫാക്ടേഴ്സ് ഓർ ഡിറ്റർമിനൻസ് ഓഫ് ഡിവിഡൻഡ് പോളിസി. ഡിവിഡൻഡ് പോളിസി നമ്മൾ ഡിറ്റർമിൻ ചെയ്യുമ്പോൾ അഫക്റ്റ് ചെയ്ത ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, ഇൻറ്റേർണലായിട്ടും എക്സ്റ്റേണലായിട്ടും. അപ്പോൾ ഈ ഒരു ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ ആയിട്ട് വരാൻ ചാൻസ് ഇല്ലായിരുന്നു. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യത്തെ ഇത് തന്നെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇപ്രാവശ്യം അത് വരില്ല എന്ന് വിചാരിക്കാം. പക്ഷേ എന്തായാലും ഒന്ന് പഠിച്ചു വെച്ചോളാം. പിന്നെ ഡിവിഡൻഡ് പോളിസീസ്, ഇതൊരു ക്വസ്റ്റ്യൻ നല്ല ചാൻസ് ഉള്ളതാണ്. ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് ഇവിടെ 2 മാർക്സിനും ചോദിക്കാം, 5 മാർക്സിനും ചോദിക്കാം, അതേപോലെ തന്നെ ഒരു ആയിട്ടും നമുക്ക് ചോദിക്കാൻ പറ്റുന്ന ഭാഗങ്ങൾ ഇതിലുണ്ട്. അപ്പോൾ ഡിവിഡൻഡ് പോളിസി ഏത് തരത്തിലായാലും, ഇപ്പോൾ സ്റ്റേബിൾ ഡിവിഡൻഡ് പോളിസി എന്താണ്, അതിൻ്റെ ആ ഒരു ക്ലാസിഫിക്കേഷൻ. അപ്പോൾ ആ ഒരു സ്റ്റേബിൾ ഡിവിഡൻഡ് പോളിസിയുടെ മാത്രം വരുന്ന അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നുള്ളത്, കമ്പനിക്കും ഷെയർ ഹോൾഡേഴ്സിനൊക്കെ ഉള്ള അഡ്വാൻറ്റേജ്, അതേപോലെ തന്നെ ഡേഞ്ചേഴ്സ് എന്താണ്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്, ഒരു ടൈപ്പിൽ തന്നെ നമുക്ക് ഇത്രയും കാര്യങ്ങൾ അവിടെ ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. പിന്നെ അതിൽ തന്നെ റെഗുലർ എന്താണ്, റെഗുലർ ഡിവിഡൻഡ്, ഇറഗുലർ ഡിവിഡൻഡ് പോളിസി, റെസിജ്വൽ ഡിവിഡൻഡ് പോളിസി, ഇതെല്ലാം 2 മാർക്സിന് ചോദിക്കാൻ കൂടുതൽ ചാൻസ് ഉള്ളതാണ്. ഇനി വരുന്ന അതിൻ്റെയൊക്കെ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജസ് പഠിച്ചോളാം. പിന്നെ ഓപ്റ്റിമൽ ഡിവിഡൻഡ് പോളിസി എന്താണ് ജസ്റ്റ് നോക്കുക. ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ ജസ്റ്റ് എന്തൊക്കെയാണുള്ളത്. ഇനി അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി നോക്കേണ്ടതാണ് ഇറലവൻസ് തിയറി. ഈ ഇറലവൻസ് തിയറി കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നതാണ്. വാട്ട് ഇസ് അപ്രോച്ച്, അല്ലെങ്കിൽ ഇറലവൻസി തിയറി എന്താണെന്നുള്ളതും അതിൻ്റെ അസംഷനും. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും കഴിഞ്ഞ പ്രാവശ്യം ഇതിൻ്റെ തിയറി ചോദിച്ചു. അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് പ്രോബ്ലം എക്സ്പെക്റ്റ് ചെയ്യാം. വേണമെങ്കിൽ അതിനൊരു പ്രോബ്ലം ഈ ഒരു അപ്രോച്ച് പ്രകാരം പ്രതീക്ഷിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഈ തിയറിയുടെ ക്രിറ്റിസിസം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു ഡിവിഡൻഡ് ഡിസിഷനിൽ ടൈപ്സും ഡിഫറെൻ്റ് ആയിട്ടുള്ള പോളിസികളും, പിന്നെ ഈ ഇറലവൻ്റ് കൺസെപ്റ്റും, പിന്നെ ഇവിടെ വരുന്നത് റെലവൻസ് തിയറി. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഇറലവൻസ് ചോദിച്ചുകൊണ്ട് ചിലപ്പോൾ റെലവൻസ് തിയറിക്ക് ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതിൽ തന്നെ 2 എണ്ണമാണ് വാൾട്ടേഴ്സ് ഡിവിഡൻഡ് മോഡൽ. അപ്പോൾ ഈ വാൾട്ടേഴ്സ് ഡിവിഡൻഡ് മോഡലൊന്നും നമുക്ക് ഒരു ആയിട്ട് എഴുതാനില്ലെങ്കിലും അതിൽ മെയിനായിട്ട് എന്താണ് ആ ഡിവിഡൻഡ് മോഡലിൽ പറയുന്നത് എന്നുള്ളതും ഈ ഒരു പോയിന്റും അതിൻ്റെ അസംഷനും നിർബന്ധമായിട്ടും പഠിച്ചു വയ്ക്കുക, അതിൻ്റെ ഒരു പ്രോബ്ലം. അപ്പോൾ ഇതിൽ തന്നെ ഒരു ആയിട്ട് ചോദിക്കാനുള്ള ചാൻസ് അവിടെ കൂടുതലാണ്. അതേപോലെ അതിൻ്റെ ക്രിറ്റിസിസവും. അപ്പോൾ ക്രിറ്റിസിസം വാൾട്ടേഴ്സ്, അപ്പോൾ എന്താണ് വാൾട്ടേഴ്സ് മോഡൽ, അസംഷൻ, ക്രിറ്റിസിസം, അതിൻ്റെ ജസ്റ്റ് ഒരു ഇക്വേഷൻ പ്രോബ്ലം നോട്ട് ചെയ്ത് വെക്കുക. രണ്ടാമത്തെ റെലവൻറ്റ് തിയറിയാണ് ഗോർഡൻസ് മോഡൽ. വാട്ട് ഇസ് ഗോർഡൻ മോഡൽ എന്ന് വരാം, അതിൻ്റെ അസംഷൻ, അതിൻ്റെ മാത്തമാറ്റിക്കൽ ഫോർമുല. അപ്പോൾ ഒക്കെ ആയിട്ട് ചോദിക്കാൻ അവിടെ ചാൻസ് കുറവാണ് ഗോർഡൻ മോഡലൊക്കെ. 2 മാർക്കിന് വേണമെങ്കിൽ അതിൻ്റെ 5 മാർക്കിനോ അസംഷൻസോ അതിൻ്റെ മാത്തമാറ്റിക്കൽ ഇക്വേഷൻ വെച്ച് സോൾവ് ചെയ്യാനോ 5 മാർക്കിനൊക്കെ ചോദിക്കാനുള്ള ചാൻസ് അവിടെ കൂടുതലാണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു ഡിവിഡൻഡ് എന്നുള്ളൊരു ചാപ്റ്ററിൽ നിന്ന് പ്രധാനമായിട്ട് പഠിക്കാനുള്ള. ഒഴിവാക്കാനൊന്നുമില്ല. കാരണം നിങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടാൽ തന്നെ മനസ്സിലാവും. അതിൽ എല്ലാ 2 മാർക്കിനുള്ളതിലും വന്നിട്ടുണ്ട്, അതേപോലെ 3 മാർക്കിന് ക്വസ്റ്റ്യനിൽ എല്ലാറ്റിനും ടച്ച് ചെയ്ത് പോയൊരു ചാപ്റ്ററാണിത്.
അപ്പോൾ ഇമ്പോർട്ടൻസ് ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ ആ ചോദിച്ച ക്വസ്റ്റ്യൻ ഒന്നുകൂടി പഠിക്കുക. ഒപ്പം തന്നെ അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം അപ്രോച്ച് ചോദിച്ചുകൊണ്ട് ഇപ്രാവശ്യം വാൾട്ടേഴ്സിനും ഗോർഡൻ മോഡലൊക്കെ ഒന്ന് നന്നായിട്ട് ഊന്നി പഠിക്കുക. പിന്നെ ടൈപ്സിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ളത് ചോദിച്ചിട്ടുണ്ട്. ഡിവിഡൻഡ് ക്വസ്റ്റ്യൻ എപ്പോഴും ശ്രദ്ധിക്കുക. ടൈപ്സ് ഓഫ് ഡിവിഡൻഡ് പോളിസി എന്ന് പറയുമ്പോൾ ഇതാണ് വരുന്നത്. നമ്മൾ ഫസ്റ്റിൽ നോക്കുമ്പോൾ വരുന്ന ആ ടൈപ്സ് എന്ന് പറയുന്നത് ടൈപ്സ് ഓഫ് ഡിവിഡൻഡ് ആണ്. രണ്ടും മാറിപ്പോരുത്. ഡിവിഡൻഡ് എത്ര തരണ്ട് എന്നുള്ളതാണ് ഇവിടെ വരുന്നത്. മറ്റേത് ഡിവിഡൻഡ് പോളിസി എത്ര തരണ്ട്. അപ്പോൾ ആ രണ്ടെണ്ണമൊക്കെ നന്നായിട്ട് ശ്രദ്ധിച്ച് തന്നെ പഠിക്കുക. ഡിവിഡൻഡ് എന്താണ്, ഓപ്റ്റിമം ഡിവിഡൻഡ് പോളിസി എന്താണ് ഡിവിഡൻഡ് പോളിസി, ഡിവിഡൻഡ് ഡിസിഷൻ എന്താണ്, അതിൻ്റെ ടൈപ്സ്, ഡിഫറെൻറ്റ് ടൈപ്സിന് ഇപ്രാവശ്യം അതിന് ചാൻസ് കൂടുതലാണ്. ഏതെങ്കിലും ഒരു ടൈപ്പിൻ്റെ മെയിനായിട്ടുള്ള കാര്യങ്ങൾ, ഏതെങ്കിലും ഒരു തിയറിയോ അസംഷനോ ക്രിറ്റിസിസോ എസ്സേ ആയിട്ട് വരാം, അല്ലെങ്കിൽ അതിനെ ബേസ് ചെയ്ത് വരുന്ന ഒരു പ്രോബ്ലം അവിടെ ചോദിക്കാം. അപ്പോൾ ഇതിനൊക്കെ ചാൻസ് കൂടുതലുള്ള ഒരു ചാപ്റ്റർ തന്നെയാണ്. കഴിഞ്ഞ വർഷം ഇത്രയും വന്നതുകൊണ്ട് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന കാര്യങ്ങൾ ആ ചോദിച്ചതിനോട് അടുത്തുള്ള ഭാഗങ്ങൾ കൂടി ഒന്ന് നന്നായി ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് വേണ്ട ആളുകൾക്ക് വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഓരോ പോയിന്റുകളും എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒന്നുകൂടി ഫോക്കസ് ചെയ്തിട്ട് എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വരുന്ന മെജോറിറ്റി, കാരണം ഡിവിഡൻഡ് ഡിസിഷനിൽ 2 മാർക്സിന് അല്ലെങ്കിൽ 5 മാർക്സിന് ഒരു ഗോർഡൻ മോഡൽ മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ വരികയാണെങ്കിൽ ചിലപ്പോൾ വേണമെങ്കിൽ എസ്സേ പോലെ, അതായത് അപ്രോച്ചിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള പ്രോബ്ലം, വാൾട്ടേഴ്സ് മോഡലൊക്കെ ഒരു എസ്സേക്ക് തുല്യമായിട്ട് നമുക്ക് എടുക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. പിന്നെ 5 മാർക്സിന് മാത്രം ഗോർഡൻ മോഡൽ ചോദിക്കാം. അപ്പോൾ അത്രയാണ് ഇതിൽ പ്രധാനമായിട്ട് വരുന്ന കാര്യങ്ങൾ. ബാക്കി തിയറി പോർഷനൊക്കെ നന്നായിട്ട് കവർ ചെയ്ത് പോവുക. പഠിക്കാനും വളരെ ഈസി തന്നെയാണത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ നന്നായിട്ട് ഫോക്കസ് ചെയ്യാം. എല്ലാവർക്കും പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി ആർക്കെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സുകൾ വേണമെങ്കിൽ പ്ലേലിസ്റ്റിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ FM-ൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള പോർഷൻസും പറയുന്നുണ്ട്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക്